ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് 30 വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക ദുരുപയോഗം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയാണ് പരാതി. കോലഞ്ചേരി സ്വദേശിനിയാണ് കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ദുരുപയോഗം നടന്നതായാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. പിരിച്ച തുകയുടെ കണക്കുകളും വിശദാംശങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നേതാക്കൾ ദുരുപയോഗം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നു. നേരത്തെ ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിലെ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. വയനാട്ടിൽ വീടുകൾ നിർമ്മിക്കുന്നതിനായി ഒരു മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. പണം പിരിച്ചു തരാത്ത നിയോജക മണ്ഡല പ്രസിഡന്റുമാരെ മാറ്റുമെന്നും നേതൃത്വം പറഞ്ഞിരുന്നുവെന്നും, എന്നാൽ ഭൂരിപക്ഷം കമ്മിറ്റികളിലും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ലെന്നും ഇത് ആകെ നാണക്കേടായെന്നുമായിരുന്നു പ്രതിനിധികളുടെ വിമർശനം. പിരിച്ചെടുത്ത തുകയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിച്ച് 30 വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വയനാട്ടിൽ 20 വീടുകൾ ഡിവൈഎഫ്ഐ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലുമായില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ വിമർശനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. ദുരിതബാധിതർക്കായി 2.4 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അക്കൗണ്ട് വഴിയാണ് പണം പിരിച്ചത്. ഇതുവരെ 84 ലക്ഷം രൂപയാണ് ലഭിച്ചത്. ഇത് KPCCക്ക് കൈമാറും. സമാന പദ്ധതി പാർട്ടിയും നടത്തുന്നുണ്ടെന്നും പ്രഖ്യാപിച്ച തുക മുഴുവനും കൈമാറുമെന്നും ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോടായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.